എത്ര തോടുകൾ നികത്തിയ ഇവിടെ മോളുകൾ പണിതിട്ടുള്ളത്. എൻ്റെ തൊട്ടടുത്ത അടൂര് നിങ്ങൾ നോക്കണം. തണ്ണീർത്തടം ഉണ്ടായിരുന്ന ഒരു 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 ഹൈവേയിൽ എന്താ പറഞ്ഞ ബൈപ്പാസിൽ ഇപ്പൊ അവിടെ 58 റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതാരാ കൊടുത്തത്? മുനിസിപ്പാലിറ്റി കാശ് മേടിച്ച് കൊടുത്താ. എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. ഈ വെള്ളം എവിടെ പോവും? അപ്പൊ ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്തില്ലേ നമ്മുടെ ഹാബിറ്റാറ്റ്, നമ്മുടെ തണ്ണീർത്തടങ്ങള് പിന്നെ 8.7 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷമായിട്ട് കുറഞ്ഞു. ഇതാരാ ചെയ്യുന്നത്? നമ്മുടെ നാട്ടുകാർ തന്നെ, നമ്മൾ തന്നെ ചെയ്യുന്നത്. കുന്നിടിച്ച് പിന്നെ എന്താ പറഞ്ഞ പിന്നെ കണ്ടത്തിലിടും, എന്നിട്ട് നമ്മളത് കരയാക്കും. ഇതെല്ലാം കൂടെ നോക്കിയില്ലെങ്കിൽ വെള്ളം ഒഴുകി പോകത്തില്ല, വെള്ളക്കെട്ട് വരും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു കോംപ്രിഹെൻസീവ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇല്ലെങ്കിൽ, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി വായിക്കുമായിരുന്നു 2010. അതിൻ്റെ അകത്ത് ക്ലൈമറ്റ് എന്ന് പറഞ്ഞൊരു വാക്കില്ല. ക്ലൈമറ്റ് റെസിലിയൻസ് നമ്മൾ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം, ഞാനിപ്പോഴും പറയാണ്, തീരദേശത്ത് ഉള്ള അപകടമാണ്. 2200 പേരോളം താമസിക്കുന്ന ഡെൻസിറ്റി ഏറ്റവും കൂടിയ സ്ഥലമാണ് കേരളത്തിലെ തീരദേശം. കടൽ സ്വല്പം ഒന്ന് കയറിയാലുണ്ടല്ലോ, IPCC എന്താ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് വായിച്ചറിയാം, കടൽ സ്വല്പം ഒന്ന് കയറിയാൽ എത്ര പേരുടെ ജീവനാ പോകുന്നതെന്നറിയാം. ഓക്കി ദുരന്തം വന്ന എന്താണ്? There was nobody at Kerala Disaster Management Authority to even പിന്നെ ഇവരെ പിന്നെ ഏർലി വാർണിംഗ് സിഗ്നൽ കൊടുക്കാൻ ആളില്ലായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്. സോ ഏർലി വാർണിംഗ് സിസ്റ്റം ഇവിടെ ഇല്ല. ആ ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രശ്നം, നാട്ടുകാർ മാറാൻ തയ്യാറല്ല. ദാറ്റ് ഈസ് ഓൾസോ അനദർ പ്രോബ്ലം. ഈ കഴിഞ്ഞ ദിവസം വീട്ടിൻ്റെ 2 നിലയുണ്ട്, വെള്ളം കയറുകയാണ്, അവൻ വരത്തില്ല. കാരണം വീട്ടിലിരിക്കുന്ന സ്വർണവും മറ്റവും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം മൊത്തമായിട്ട് ഇതിനെക്കുറിച്ച് സെൻസിറ്റീവ് ആയില്ലെങ്കിൽ നമ്മളെ വിഴുങ്ങാൻ പോകുന്നത് ഇതെല്ലാം സിംറ്റംസ് ആണ്. വലിയ ദുരന്തം വരാൻ പോവാണ്. ശരി, ഇതെല്ലാം ചെറിയ ചെറിയ സിംറ്റംസ് ആണ് മനസ്സിലാക്കണം. ശരി, ശ്രീ PM നിയാസ്, കഴിഞ്ഞ 10 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി ശരി സ്റ്റാർട്ട് വർക്കിംഗ്. ഒരു എന്തോ ടൈം ബൗണ്ട് ആയിട്ട് കൃത്യമായിട്ട് എന്താ 14 മാസം 7 വർഷമായി. 2018 7 വർഷമായി. നമ്മൾ റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. Then what is how do you trust a government, whoever it is, who respond in a reactive manner? എല്ലാവരും ഓടിച്ചെല്ലും, നമ്മളെല്ലാം പിരിച്ച് സാധനങ്ങൾ കൊണ്ട് കൊടുക്കും, വള്ളം കൊണ്ട് ചെല്ലും, then we forget the whole thing.